പറഞ്ഞ് നമുക്ക് നേരം കളയാൻ സമയമേ ഇല്ല. ഒന്ന്, അശദ്ദുന്നാസി ഹയാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അശദ്ദുന്നാസി ഹയാഅൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ലജ്ജ എന്ന രണ്ടക്ഷരം കൊണ്ട് ഒതുക്കലോടുകൂടി നമ്മളിലുണ്ടാവുന്നത് 3/4 ഇടരുത്, ബർമുഡ ഇടരുത്, പിന്നെ ലെഗിൻസ് ഇടരുത് എന്നിങ്ങനെ ചെറിയ രണ്ടക്ഷരങ്ങളിൽ ഒതുങ്ങിപ്പോവും. അതൊന്നുമല്ല ഈ ഹയാ എന്ന് പറഞ്ഞാൽ. ഹയാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഔലിയാക്കൾക്ക് കൊടുക്കുന്ന ഒരു കറാമത്താണ്. ഞാനങ്ങനെ അത് ചെയ്യുക, ഞാനില്ല, അയ്യോ ഞാനില്ല മോനെ, എങ്ങനെ എൻ്റെ അള്ളാഹിനോടത് ചെയ്യുക? എന്നെ എങ്ങനെ വേറൊരാളുടെ ഭാര്യനോട് അങ്ങനെ ചെയ്യുക? അയാളെ വഞ്ചിക്കലല്ലേ, ഞാൻ നോ. അതാണ് ഈ ഹയാ എന്ന് പറയുന്നത്. അല്ലാതെ ബർമുഡ ഇടരുത് എന്നല്ല, അതൊരു അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള ആളാണ് സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ നീളക്കുപ്പായൊക്കെ ഇട്ടിട്ട് കുളിക്കാൻ പോവുക. എന്നിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തോർത്ത് അതിൻ്റെ ഉള്ളിൽ ഉടുത്തിട്ട് ഈ നീളക്കുപ്പായ അഴിക്കുള്ളൂ. ഔറത്ത് മറക്കാതെ കുളിച്ചാൽ നിസ്കാരത്തിൽ ലദ്ദത്ത്, ടേസ്റ്റ് ഉണ്ടാവില്ല അത്ര. ചില ആൾ കുളിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ മേലെ എല്ലാ ഡ്രസ്സും ഉണ്ടാവും, തോർത്തും ഉണ്ടാവും. ആ കുരങ്ങൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല. വളരെ വൃത്തികേടാണ് അവർക്ക്. ഒരു മോന് ഒരു മോള് നന്നാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾക്ക് ലജ്ജ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഇഹിയയിൽ നിരീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ലജ്ജയാണ്. നമുക്കൊക്കെ ലൈഫിൽ ലജ്ജ വേണം. ഈ ലജ്ജ എന്ന പദമൊന്നും അതിൻ്റെ ശരിയായ അർത്ഥമല്ല. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പരിമിതി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എന്താണ് ഈ ഹയാ എന്ന് പറഞ്ഞാൽ? ചിന്തയിൽ, വാക്കിൽ, പ്രവർത്തനത്തിൽ, ഇടപഴക്കത്തിൽ എല്ലാത്തിലും ലജ്ജ ഉണ്ടാവണം. ആദ്യം നമ്മുടെ വാക്കിലാണ് വേണ്ടത്. അസഭ്യങ്ങളൊന്നും പറയരുത്. വല ഫാഹിഷൻ വല മുത്തഫഹിഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസഭ്യം സ്വാഭാവികമായിട്ട് വരുന്ന ഒരു വർത്താനം തങ്ങളിൽ ഉണ്ടാവില്ല. കെട്ടിയുണ്ടാക്കി ഒന്നും പറയൂല, തങ്ങളൊന്നും പറയൂല. തങ്ങൾ തന്നെ അള്ളാഹുവിനോട് ദ്വാരുന്ന ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൻ്റെ ഒരു കുറവ് എനിക്ക് കാണിച്ചു തരലേന്ന്. തങ്ങൾ അത്രയും പെരുമാറ്റ രീതിയിലും ഇടപഴക്കത്തിലും സംസാരത്തിലും ലജ്ജ കീപ്പ് ചെയ്താണ്. എന്തിനാണ് നബി തങ്ങൾ ഒന്നിലധികം കല്യാണം കഴിച്ചത്? അതിൻ്റെ താല്പര്യം എന്താ? പെണ്ണിനോടുള്ള താല്പര്യം ആണെങ്കിൽ 40 വയസ്സുള്ള ഒരു പെണ്ണ്, അതും ഒരു ഭർത്താവിനെ അനുഭവിച്ച് 2 മക്കളുണ്ടായി, ആ ഭർത്താവ് മരിച്ച് അടുത്തൊരു ഭർത്താവിനെ കല്യാണം കഴിച്ച് അതിലും 2 മക്കളുണ്ടായി, അവരും മരിച്ച് ഏകദേശം 40 പിന്നിട്ട ഒരു പെണ്ണിനെ, ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള 25 വയസ്സുള്ള തങ്ങൾ എന്തിനാ ഒരു 40 പെണ്ണുള്ള ഭർത്താക്കന്മാരെ അനുഭവിച്ച് കഴിഞ്ഞ ഒരു പെണ്ണിനെ കെട്ടേണ്ട ആവശ്യം? ഖദീജ ഉമ്മാന എന്തിൻ്റെ ആവശ്യം? പെണ്ണിനോട് പൂതിയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ തങ്ങളുടെ ജീവിതത്തിൽ, ചിത്രത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ വരേണ്ടത്. അപ്പം തങ്ങൾക്ക് ഈ പെണ്ണിനോടുള്ള പൂതിയൊന്നുമല്ല. പിന്നെ എന്താ താല്പര്യം? അത് തങ്ങൾക്ക് ഈ സ്ത്രീ റിലേറ്റഡായ മസലകളൊക്കെ ഉണ്ടാവും. സ്ത്രീ രക്തങ്ങൾ, ഹൈല, നിഫാസ്, ഇസ്തിഹാലത്ത് ഉദാഹരണം. അത് നേരിട്ട് സ്വഹാബത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ക്ലാസ് എടുക്കാൻ ഹയാ ഉണ്ട്. അപ്പോൾ അള്ള കൊടുത്തൊരു ട്രിക്കാണ്. വിവിധ അനുഭവങ്ങളുള്ള ഭാര്യമാർ തങ്ങൾക്കുണ്ടെങ്കിൽ തങ്ങൾ എന്നെ ജസ്റ്റ് സൂചന പറഞ്ഞാൽ മതിയല്ലോ, കഴുകിയാൽ മതി, അത് ശരിയാക്കിയാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ദീനുൽ ഇസ്ലാമിൻ്റെ ഈ മസല, സ്ത്രീകൾ റിലേറ്റഡായ മസല പുറത്ത് എത്തും വേണം, തങ്ങളായിട്ട് പറയുകയും ചെയ്യില്ല. അതിനാണ് ആ ട്രിക്ക് കൊടുത്തത് എന്ന് ഇമാം താജുദ്ദീൻ സുബ്കി തങ്ങൾ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. കണ്ടോ? അത്ര ചില ആൾക്കാർക്ക് നിക്കാഹിൻ്റെ ക്ലാസ് എടുക്കാനൊക്കെ ഭയങ്കര ആവേശമാണ്. പ്രീ മിലിറ്ററി ക്ലാസ്സൊക്കെ എടുക്കാനേ ഭയങ്കര ആവേശമാണ്. ഈ അശ്ലീലം, സെക്സ് നാവുകൊണ്ട് അധികം പറയുന്ന ആളുടെ തലമുറയിലോ ജനറേഷനിലോ ഫോർ ഫാദേഴ്സിലോ വ്യഭിചരിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവുന്നതാണ്. അങ്ങനത്തെ ആൾക്ക് ഈ നാവിൽ അങ്ങനത്തെ വർത്താനം വരും. അത് പറയാൻ പാടില്ല. നമ്മളെ നാവ് എന്ന് പറഞ്ഞാൽ ചെറിയ നാവാണ്, ഹയാ ഉള്ള നാവാവണം. അൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ. അപ്പം കീശക്കോ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും തുന്നിപ്പിടിപ്പിക്കലൊക്കെ മഹബത്താവുന്നതിന് മുമ്പ് നമുക്ക് തഹല്ലുക്കിലേക്ക് വരാം. എനിക്ക് ഹയാ ഉണ്ടോ എൻ്റെ സംസാരത്തിൽ? ഈവൻ നമ്മുടെ വൈഫിനോട് സംസാരിക്കുമ്പോൾ വരെ ആയിഷുമ്മ പറഞ്ഞല്ലോ, എൻ്റെ ഔറത്ത് എൻ്റെ തങ്ങളോ തങ്ങളുടെ ഔറത്ത് ഞാനോ കണ്ടിട്ടില്ല.
ഇത് വിശദീകരിക്കുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറയാ ഹാദാ കമാലു ഹയാഇഹി, ഇതെന്തൊരു ലജ്ജയാണ് റബ്ബേ എന്ന്. ഭാര്യ ഭർത്താക്കന്മാർ ഔറത്തിന്റെ പാർട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹാദാ കമാലു ഹയാഇഹി, ഇതെന്തൊരു ലജ്ജയാണ്, എന്തൊരു ലജ്ജയാണ് കേട്ടോ. ആവശ്യ നിർവഹണത്തിന് തങ്ങൾക്ക് പോകാനുണ്ടെങ്കിൽ അബഅദന്നാസ് എന്നാണ് ഹദീസ്, വളരെ ദൂരത്താണ് പോവുക, ദൂരത്താണ് പോവുക. തങ്ങളുടെ വിയർപ്പിനോ ശരീരത്തിൽ നിന്ന് വരുന്ന ഒന്നിനും ദുർഗന്ധം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, ഓൾറെഡി തങ്ങളുടെ ശരീരത്തിന്റെ വിയർപ്പിന് സുഗന്ധമാണ്. സുഗന്ധങ്ങൾ കൂടുതൽ ഉപയോഗിച്ചത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തദ്കിറത്തുൽ മുഹിബ്ബീലുണ്ട്. എന്നിട്ടും തങ്ങൾക്ക് മൂത്രമൊഴിക്കണം എന്നുണ്ടെങ്കിൽ ഖാന അബഅദന്നാസ്, വളരെ ദൂരത്താണ് പോവുക. ഈ ഹദീസ് പഠിക്കുന്ന നമ്മൾ ഒരു 10-15 ആൾക്കാർക്ക് സൗകര്യമുള്ള വുളൂഇന് സൗകര്യമുള്ള ടാപ്പ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക, പൈപ്പ്. അപ്പം നമ്മൾ ഒന്നാമത്തെ പൈപ്പിൽ നിന്നാണ് വുളൂ എടുക്കണമെങ്കിൽ എന്നിട്ട് കാഷ്ടിച്ച് തുപ്പരുത്. ആ 14 ആളെയും അസ്വസ്ഥപ്പെടുത്തിയിട്ട് നമ്മുടെ കഫം പോവുക. അതാ മഹബത്ത്. മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മിനിറ്റിന് സ്റ്റാറ്റസ് മാറ്റിക്കൊടുക്കലല്ല, നല്ല മനുഷ്യനാവുക. മൃഗീയതയിലേക്ക് പോകാതെ മനുഷ്യത്വത്തിലേക്ക് ഉയരുന്നതിനാണ് ഒരു മനുഷ്യനാവുക എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പൈപ്പിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ ഒള്ളെടുത്തോണ്ടിരിക്കുമ്പോൾ ഇടത്തേക്ക് കൈ വെച്ചിട്ട് മൂക്ക് അങ്ങനെ എന്നിട്ട് പിഴിയരുത്. ഒരു വൃത്തി ഉണ്ടാവണം ലൈഫിൽ, ഹയാ ഉണ്ട്. ഖാന അബഅദന്നാസ്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് നബി തങ്ങൾക്ക് ഇത്രമേൽ ഹയാ ഉണ്ടായത് എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. എന്തൊരു ഹയാ! സൈനബ് റളിയല്ലാഹു അൻഹയായിട്ട് വിവാഹം നടന്ന ആ ഘട്ടം, വലീമത്ത് കൊടുക്കണമല്ലോ, ആൺ വീട്ടുകാരാണ് വലീമത്ത് കൊടുക്കേണ്ടത്. നിക്കാഹ് കഴിഞ്ഞിട്ട് ആണിൻ്റെ വീട്ടുകാരാണല്ലോ. അങ്ങനെ തങ്ങൾ വലീമത്തിന് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ച് അവരൊക്കെ ഭക്ഷണം കഴിച്ച് അവരെല്ലാവരും പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് തങ്ങൾ റൂമിലേക്ക് പോകാനിരിക്കുമ്പോൾ 3 സ്വഹാബത്ത് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ഞാനെങ്ങനെ അവരോട് പറയാം, വേണ്ട. തങ്ങൾ തിരിച്ചുപോയി. കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് പിന്നെയും പോയപ്പോൾ അവർ സംസാരം തുടരുകയാണ്. തങ്ങളൊന്നും പറയാൻ നിന്നിട്ടൊന്നുമില്ല, തിരിച്ചുപോയി. 3ാമതും അവർ പോകാതിരുന്നപ്പോഴാണ് സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്തിറങ്ങിയത്, ഒരു മജ്ലിസിൽ പങ്കെടുത്താൽ പോകുന്നില്ലാതെ. തങ്ങൾ പറയില്ല. അപ്പോഴാണ് നമ്മൾ പറയണത്, ഞാൻ പിന്നെ എല്ലാം തുറത്ത് പറയൂ സാർ, മീറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും എൻ്റെ മനസ്സിലൊന്നുമില്ല. മെല്ലെ പറഞ്ഞു കൊടുക്കുക ചെവിയിൽ, മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല. അങ്ങനെയൊന്നും എല്ലാം തുറന്ന് പറയാനൊന്നും പാടില്ല. അങ്ങനെ എല്ലാം തുറന്ന് പറയണമെന്ന് ആര് പറഞ്ഞു? പറയരുത്. നല്ല ഹയാ ഉണ്ടാണ്. ഹയാന് വേണമെങ്കിൽ ചില ഏരിയകളിൽ അദബ് എന്നും പറയാം, അദബ് എന്നും പറയാം. ഹയാൻ്റെ അർത്ഥം അദബ് എന്നൊന്നുമല്ല. ചില സമയത്ത് നമ്മൾ അതെങ്ങനെ ഞാൻ പറയേണ്ടതാണോ എന്നൊരു വിചാരം ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു മരമുണ്ട്. ആ മരം ഒരു മുഅ്മിനെ പോലെയാണ്. മുഅ്മിൻ്റെ നാവും മുഅ്മിൻ്റെ കാര്യങ്ങളെല്ലാം ബർക്കത്തുള്ള പോലെ ആ മരത്തിൻ്റെ എല്ലാം ഉപകാരമുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഏതായിരിക്കും ആ മരം? ക്വിസ് കോമ്പറ്റീഷൻ ഈസ് ഗോയിങ് ഓൺ. നബി തങ്ങളുടെ സദസ്സിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്വിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും തലങ്ങും വിലങ്ങും ആലോചിച്ചു. തൊട്ടിപ്പുറത്തുള്ള ഈന്തപ്പനമാരാണ്. കാരണം നമ്മളിപ്പോൾ വലിയൊരു ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ളതിലേക്കുള്ള ആലോചന പോകുന്നതിന് മുമ്പ് ദൂരെയുള്ള ആലോചനകളാണ് ഉണ്ടാവുക. എന്തായിരിക്കും അത്? തങ്ങളോട് സ്വഹാബത്ത് പല ഉത്തരങ്ങളും പറഞ്ഞുവെങ്കിലും ആ ഉത്തരമൊന്നും ശരി ഉത്തരത്തിലേക്ക് എത്തുന്നില്ല. തങ്ങൾ ലാസ്റ്റ് പറഞ്ഞു ഹിയ നഖ്ല, അത് ഈന്തപ്പന മരമാണ്. വീട്ടിലെത്തിയിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഉപ്പാനോട് പറഞ്ഞു, ഉമറുല്ലാനോട് പറഞ്ഞു, എനിക്കത് നേരത്തെ അറിയായിരുന്നു, ഞാൻ പിന്നെ പറയാതിരുന്നു. എന്താ പൊന്നു മോനെ, നീ പറഞ്ഞില്ലെങ്കിൽ അമ്മക്കൊരു അഭിമാനമല്ലേ, പറയലല്ലേ. അന്നേരം അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഉപ്പിയും സിദ്ദീഖങ്ങളിലുണ്ടാവും, ഞാനെങ്ങനെ പറയാം. ഇതൊരു വാക്കാണ് കേട്ടോ. അപ്പോൾ ഈ വലിയ ഉസ്താദന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അലാഖിൻ്റെ വിദ്യാഭ്യാസം കാണിക്കരുത്. എപ്പിസ്റ്റമോളജി ആൻഡ് മോട്ടോളജി എന്നൊന്നും പറയരുത്. ഇവിടെ മുഷാവർ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിച്ച് വേഗം വിട്ടോളണം. ചില ആളുണ്ട് ഭയങ്കര വിദ്യാഭ്യാസം അറിയിക്കൽ, അതും ഒരു അദബേടാണ്. വേണമെങ്കിൽ ഞാൻ ഈ ഭാഗത്തൊക്കെ കൊണ്ടുവരാം, പക്ഷെ അതിൻ്റെ ഒരു സദസ്സല്ല ഇത്. കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? പ്രായം കൊണ്ട് വലുത് ആരാണ് എന്ന് മുഖത്തൽ ഹാലിൽ നിന്ന് മനസ്സിലായി, ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. പ്രായം കൊണ്ട് വലുത് ആരെന്നാണ് ചോദ്യം എന്ന്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലുത് എന്നുള്ളതുകൊണ്ടേ
പ്രായം കൊണ്ട് ഇപ്പം അബ്ബാസങ്ങൾ തന്നെയാണ് മൂത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പൻ്റെ സഹോദരനല്ലേ. പക്ഷെ വലുത് എന്നുള്ള പ്രയോഗം ഉള്ളതുകൊണ്ട് അബ്ബാസങ്ങളുടെ ഒരു അദബ് നോക്കണം. എന്താ അദബ് എന്ന് പറഞ്ഞാൽ ഹു അക്ബറു മിന്നി, മുത്തുനബിയാണ് എന്നേക്കാൾ വലുത്. വഉലിത്തു ഖബ്ലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചെന്നേ ഉള്ളൂ. ഇതാണ് ഇസ്ലാം. ഇത് നിങ്ങളെ കൂടെ പഠിച്ച സക്കാഫിയാണോ? അല്ലല്ല, എൻ്റെ കുറേ ജൂനിയറാണ്. ഏതാ നീട്ടൽ നോക്കിയാൽ മതി, ലാസിമം ഏതാ നീട്ടൽ? അങ്ങനെയൊന്നും വേണ്ട. ഒരാൾ ഉമ്മത്ത് ബഹുമാനിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആളെ മുമ്പിൽ നിന്ന് ഷെഫി ഇങ്ങോട്ടോടാ അങ്ങനെയൊന്നും വിളിക്കരുത്. ആ ഷെഫീക്കിൻ്റെ ഒരു ബിരുദോ ഉസ്താദോ അതൊക്കെ ഒന്ന് വിളിക്കലാണ് ഒരു അദബ് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ ഒരാളെ ചെറുതാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മൾ ചെറുതാവും. അതാണ് അതിൻ്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ വിഷയം മാറുന്നതുകൊണ്ട് തിരിച്ചു വരാം. കാനലായ അഴ്ത്തസിൽ ഒഴിയാനൻ ഖത്തു വലൗഫി ലൈലിൻ മനാഖിബു ഷമായിൽ. രാത്രിയാണെങ്കിൽ വരെ നഗ്നമായി കുളിക്കാത്ത ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഔറത്തൊക്കെ മറച്ചിട്ടേ കുളിക്കുള്ളൂ. നമ്മളും വീട്ടിലും റൂമിലും നമ്മളെ കുടുംബക്കാരേ ഉള്ളൂ എങ്കിൽ പോലും ലുങ്കിയിട്ട് ബനിയനിടാനൊന്നും നടക്കരുത്. ഒരു വൃത്തി വേണം ജീവിതത്തിൽ, വേണമെന്ന്. പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അള്ളാൻ്റെ മുമ്പിലല്ലേ നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ലുങ്കി ഉടുത്തിട്ട് നമ്മൾ ബനിയനിട്ടിട്ടാൽ മിക്കവാറും, ഞാൻ നാട്ടിൽ നിന്ന് പ്രവാസികൾ എന്നാണ് പറയല്, ഇവിടുന്ന് അത് പറയുന്നതിന് പ്രശ്നമുണ്ട്. നാളെ രാവിലെയാണ് എൻ്റെ റിട്ടേൺ. നിസ്കരിക്കാറ് ഉള്ളിലിരുന്ന ബനിയനും ഉണ്ടാവും നിസ്കരിക്കുമ്പോൾ. അതും കാർഗിൽ യുദ്ധത്തിൽ 4 വെടിയുണ്ട് ഏറ്റ ബനിയനിട്ടിട്ട് നിസ്കരിക്കാൻ. ഒരു വൃത്തി വേണം. ഖുദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും വൃത്തി വേണ്ടതെന്ന് കിതാബുകളിൽ കാണാം. അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നിട്ട് വൈഫിനോട് ഒന്ന് കന്തോറ ഇസ്തരിട്ട മോളെ നമുക്കൊരു ഒരു പ്രോഗ്രാമിന് പോകാൻ ഞാൻ നിസ്കരിക്കട്ടെ. ഒരു മനസ്സാക്ഷി കുത്തു വേണ്ടേ നമുക്ക്? ആലോചിച്ച് നോക്കി. അപ്പോൾ ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നല്ല ഇതുവരെയുള്ള വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. എങ്ങനെയാണ് തങ്ങൾ ഇത്രമേൽ ഹയാ ഉള്ള ആളായത് എന്ന് കിതാബിലൊരു ചർച്ചയുണ്ട്. അതെങ്ങനെ? അദ്ദബനി റബ്ബി ഫഹ്സന തഅദീബി, അള്ളാഹ് പഠിപ്പിച്ചതാണ് ഇത്രയും വലിയ ഹയാ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വുളു മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുമ്പോൾ ഔ ലാമസ്തുമുൻ നിസാ, പെണ്ണുങ്ങളെ തൊട്ടാ വുളു മുറിയുന്ന പറയണത്. പിന്നെ അതിൻ്റെ മുമ്പ് അള്ളാഹ് പറഞ്ഞത് ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ വുളു മുറിയുന്ന പറഞ്ഞത്. ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ വുളു മുറിയോ ശരിക്ക്? നമ്മളിപ്പോൾ മൂത്രമൊഴിക്കാനോ മറ്റോ ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് വുളു എടുത്തിട്ട് കീശ നോക്കുമ്പോഴാണ് മൊബൈൽ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ മൂത്രമൊഴിക്കുമ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ജനലിൻ്റെ സൈഡിൽ വെച്ച് അതെടുക്കാൻ വേണ്ടിയിട്ട് പോയ വുളു മുറിയോ? ഇല്ലല്ലോ. പിന്നെ എന്താ ടോയ്ലറ്റിൽ പോയ വുളു മുറിയോ എന്ന് ഖുർആൻ പറയണത്? ഈ ടോയ്ലറ്റിൽ പൊതുവിൽ പോവൽ രണ്ടിലൊരാവശ്യത്തിനാണ്. അത് ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത് ടോയ്ലറ്റിൽ പോയ വുളു മുറിയോ. അള്ളാഹ് അത്രേ പറയൂ. അങ്ങനെ ഖുർആനിൽ മൂത്രമൊഴിക്കാൻ പോയാലൊന്നും പറയൂല. ഇത് ആംഗ്ലയൻ സാഹിത്യമല്ലല്ലോ, ഖുർആനല്ലേ. അതാണ് സംഭവം. ഹദീസിലും അങ്ങനെ തന്നെ. ഇദസ്തൈഖള അഹദുകും മിനൻ നൗം, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഫലാ യഗ്മിസ് യദഹു, കൈ മുക്കരുത്. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ കൈ മുക്കൽ കറാത്താണ്. കൈ പുറത്ത് കാണിച്ചിട്ട് 3 പ്രാവശ്യം കഴുകിയിട്ടാണ് അഥവാ ആവശ്യമുണ്ടെങ്കിൽ കൈ മുക്കേണ്ടത്. എന്തിനാ? അതിൻ്റെ കാരണം നോക്കണേ. ബിക്കോസ് അതിൻ്റെ കാരണം ഫൈന യദഹു യദ്രി ബാത്തത്, കൈ രാത്രി എവിടെ പോയതെന്ന് അറിയില്ലല്ലോ. അതെന്താ അങ്ങനെ തങ്ങൾ പറയണത്? ശരിക്കും അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഔറത്തിൻ്റെ ഭാഗത്തെങ്ങാനും ചൊറിയുകയോ തൊടുകയോ ചെയ്തിട്ട് മൂത്രത്തിൻ്റെ ഒരു തുള്ളി ബാക്കി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വല്ല നജസ്സുമായി, അങ്ങനെയാണ് അതിൻ്റെ താല്പര്യം. പക്ഷെ തങ്ങളങ്ങനെ പറയൂല, ഒരിക്കലും പറയൂല. കൈ എവിടെ പോയതെന്ന് അറിയില്ലല്ലോ, അങ്ങനെ പറയുള്ളൂ. അതാണ് ഹയാ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ എല്ലാം പച്ചക്കനെ പറയാലോ ഉസ്താദേ, പറ്റില്ല. മഹബ്ബയിൽ പങ്കെടുക്കുന്നവർക്ക് പറ്റൂല, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അതാണ് കാന അശദ്ദന്നാസി ഹയാഅൻ. അതുകൊണ്ട് നമ്മൾ ഫിഖിന്റെ ഗ്രന്ഥം അങ്ങനെ തന്നെയല്ലേ. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള മര്യാദകൾ പറയുമ്പോൾ കിതാബിൽ എന്താ പറയല്? ആദാബുൽ ഖലാ, അങ്ങനെ പറയുള്ളൂ. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള മര്യാദ. ഈ ഖലായിൻ്റെ ശരിക്കും ഭാഷാർത്ഥം എന്നാ? ഒഴിഞ്ഞ സ്ഥലം. അപ്പോൾ ടോയ്ലറ്റിന് അറബിയൊന്നുമില്ലേ? മൂത്രയിക്കണ സ്ഥലം മറ്റേ സ്ഥലമൊന്നുമില്ലേ? അതെന്താ പറയാത്തത്? കിതാബിൽ അങ്ങനെയൊന്നും പറയാൻ നിൽക്കൂല. മൂത്രയിക്കണ സ്ഥലം കാഷ്ടിക്കണ സ്ഥലമൊന്നും കിതാബിൽ പറയൂല. അതെന്താ പറയാത്ത?
പിന്നെന്താ പറയുക, ആദാബുൽ ഖലാ, ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ പറയുള്ളൂ. അതങ്ങനെയാണ്. നമ്മുടെ കിതാബിൻ്റെ ഒരു സൗന്ദര്യമാണത്. ഇത് നമ്മൾ കുഞ്ഞിളം കാലത്ത് മദ്രസ മുതൽ പഠിക്കാൻ തുടങ്ങിയ നമുക്ക് വാക്കിൽ, ചിന്തയിൽ, ഇടപഴകളിൽ നല്ല ഹയാ ഉണ്ടാവണം. ഈവൻ നമ്മളെ ഭാര്യനോട് പോലും. അസഭ്യങ്ങളുടെയും അശ്ലീലങ്ങളുടെയും പുതിയ കാലത്ത് ഈ ആശയങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. 5 വിശേഷണങ്ങളിൽ 1 പൂർത്തിയായി എന്നല്ല, ഇപ്പോൾ വിചാരിച്ച കണ്ടന്റിൻ്റെ ആ ഭാഗമായി. 2